ഹായ് ഓൾ, വെൽക്കം ടു ബയോ ക്ലാസ്. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് RNAയുടെ സ്ട്രക്ചറും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സുമാണ്. ഓക്കെ, സ്ട്രക്ചർ ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് RNA. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. RNA നമുക്കറിയാം. RNA എന്ന് പറയുമ്പോൾ ഇതിൽ അടങ്ങിയിട്ടുള്ള ഷുഗർ ഏതാണ്? റൈബോ ഷുഗർ ആണ് അല്ലേ? RNAയിൽ അടങ്ങിയിട്ടുള്ള ഷുഗർ എന്ന് പറയുന്നത് റൈബോസ് ഷുഗർ ആണ്. സോ RNA ഇറ്റ് ഈസ് കോൾഡ് ആസ് റൈബോ ന്യൂക്ലിക് ആസിഡ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ RNAയുടെ പ്രധാനമായിട്ട് നമ്മുടെ ബോഡിയിലുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? പ്രോട്ടീൻ സിന്തസിസ് ആണ്. RNAയുടെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്? പ്രോട്ടീൻ സിന്തസിസ് ആണ്. അപ്പൊ നമുക്കറിയാം DNA-യിൽ നിന്നും RNA ഫോം ചെയ്യുന്നു, RNA-യിൽ നിന്നും പ്രോട്ടീൻസ് ഫോം ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ RNA-യിൽ നിന്നും പ്രോട്ടീൻസ് ഫോം ചെയ്യുന്ന RNA-യിൽ നിന്നും നമ്മൾ പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പൊ RNA-യിൽ നിന്നും പ്രോട്ടീൻസ് ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ട്രാൻസ്ലേഷൻ. ഓക്കെ ആണല്ലോ. RNA-യിൽ നിന്നും പ്രോട്ടീൻസ് ഫോം ചെയ്യുന്നതിനെ നമുക്ക് എന്ത് പറയാം? ട്രാൻസ്ലേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇവിടെ ഇത്രയേ ഉള്ളൂ, മനസ്സിലാക്കുക. ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറയുമ്പോൾ രണ്ട് ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂക്ലിക് ആസിഡ്സ് ആണ്, DNA ആൻഡ് RNA. DNA നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ RNAയിൽ അടങ്ങിയിട്ടുള്ള ഷുഗർ എന്ന് പറയുന്നത് റൈബോ ഷുഗർ ആണ്. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് റൈബോ ന്യൂക്ലിക് ആസിഡ് ആൻഡ് ദാറ്റ് ഹെൽപ്സ് ഇൻ സിന്തസിസ് ഓഫ് പ്രോട്ടീൻസ് ഇൻ അവർ ബോഡി. ഓക്കെ, അതായത് RNA-യിൽ നിന്നും പ്രോട്ടീൻസ്, നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യുന്നത് RNA-യിൽ നിന്നാണ്. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ട്രാൻസ്ലേഷൻ. ദെൻ the nucleic acid is responsible for the production of new cells in the human body. നമ്മുടെ ശരീരത്തിൽ പുതിയ സെൽസ് ഫോം ചെയ്യാനായിട്ട് RNA ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ RNA എവിടുന്നാ ഫോം ചെയ്യുന്നത്? DNA-യിൽ നിന്നാണ് അല്ലേ? ഈ ഒരു RNA എവിടുന്നാ ഫോം ചെയ്യുന്നത്? DNA-യിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ RNA ഫോം ചെയ്യുന്നത് എവിടെ നിന്നാണ്? നമ്മൾ പറഞ്ഞു DNA-യിൽ നിന്നാണ് RNA ഫോം ചെയ്യുന്നത്. DNA-യിൽ നിന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്? RNA ഫോം ചെയ്യുന്നത്. ഓക്കെ, DNA-യിൽ നിന്നാണ് RNA ഫോം ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. DNA-യിൽ നിന്നും RNA ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. RNA-യിൽ നിന്നും പ്രോട്ടീൻസ് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു RNA is obtained from DNA molecule. It is usually obtained from DNA molecule. RNA is obtained from DNA molecule. RNA resembles the same as that of DNA. The only difference being that it has a single strand, unlike the DNA, which has two strands, and it consists of an only single ribose sugar molecule in it. അതായത് DNA-യുടെ പോലെ രണ്ട് സ്ട്രാൻഡ്സ് ഉണ്ടാവില്ല RNA-ക്ക്. സിംഗിൾ സ്ട്രാൻഡഡ് ആണ് RNA എന്ന് പറയുന്നത് അല്ലേ? അതായത് DNA-യിൽ നിന്നാണ് RNA ഫോം ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ DNA പോലെ ഡബിൾ സ്ട്രാൻഡഡ് അല്ല. RNA എന്ന് പറയുന്നത് എന്താണ്? സിംഗിൾ സ്ട്രാൻഡഡ് ആണ്. ഓക്കെ, സിംഗിൾ സ്ട്രാൻഡഡ് ആണ്, ഒരു സ്ട്രാൻഡേ ഉണ്ടാവൂ. ഓക്കെ, ദെൻ ഹെൻസ് ഇസ് ദ നെയിം റൈബോ ന്യൂക്ലിക് ആസിഡ്. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു റൈബോ ഷുഗർ ആണ് ഇതിലുള്ളത്, അതുകൊണ്ട് ഇതിന് RNA നമുക്ക് എന്ത് പറയാം? റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയാം. Then RNA is also referred to as an enzyme as it helps in the process of chemical reactions in the body. RNA എൻസൈമാറ്റിക് ആക്ടിവിറ്റി കൂടി ഈ ഒരു RNA-ക്ക് ഉണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള പല കെമിക്കൽ റിയാക്ഷൻസിലും ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ RNA-ക്ക് എന്തുണ്ട്? ഒരു എൻസൈമാറ്റിക് റോള് കൂടി നമ്മുടെ ബോഡിയിൽ ഉണ്ട്. അപ്പോൾ ഈ കാണിച്ചിട്ടുള്ളതാണ് RNA-യുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റും, ഇതിൽ ഒരൊറ്റ സ്ട്രാൻഡേ ഉള്ളൂ. ഓക്കെ, ഒരൊറ്റ സ്ട്രാൻഡേ ഉള്ളൂ. ഇതിലെ നൈട്രജൻ ബേസുകളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. CGA എന്നൊക്കെ കാണിച്ചിട്ടുണ്ട് അല്ലേ? ഗ്വാനിൻ ആണ്, സൈറ്റോസിൻ ആണ്. G എന്ന് പറയുന്നത് ഗ്വാനിൻ ആണ്. ദെൻ സൈറ്റോസിൻ, C എന്ന് പറയുന്നത് സൈറ്റോസിൻ ആണ്. ദെൻ അഡിനിൻ, യുറാസിൽ. ഇവിടെ DNA-യിലുള്ള തൈമിൻ ഉണ്ടാവില്ല, അതിന് പകരം യുറാസിൽ ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ DNA-യിൽ നൈട്രജൻ ബേസ് ആയിട്ട് അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ RNA-യിൽ തൈമിൻ ഉണ്ടാവില്ല, അതിന് പകരം ആര് വരും? യുറാസിൽ വരും RNA-യുടെ കേസിൽ. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത പോയിന്റ് നോക്കാം. The ribonucleic acid has all the components same as that of the DNA with only two main differences within it. അല്ലേ? അതായത് റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ RNA എന്ന് പറയുമ്പോൾ DNA-യിലുള്ള നൈട്രജൻ ബേസുകളൊക്കെ ഇതിൽ കാണാം, പക്ഷെ ഒരെണ്ണം ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ അത് ഏതാന്നുള്ളത് നമ്മൾ പറഞ്ഞു. തൈമിൻ ഉണ്ടാവില്ല, പകരം യുറാസിലാണ് RNA-യിൽ ഉണ്ടാവുക. RNA has the same nitrogen bases called adenine, then guanine, cytosine as that of the DNA except for the thymine, which is replaced by uracil. ആ ഒരു കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതായത് DNA-യുടെ കേസിലാണെങ്കിൽ അഡിനിൻ ഉണ്ടാവും, ഗ്വാനിൻ ഉണ്ടാവും, സൈറ്റോസിൻ ഉണ്ടാവും, തൈമിൻ ഉണ്ടാവും DNA-യുടെ കേസിൽ. പക്ഷേ
RNA ആണെങ്കിലോ ഈ തൈമിൻ ഉണ്ടാവില്ല, അതിന് പകരം ആര് വരും? യുറാസിൽ വരും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. Adenine and uracil are considered as the major building blocks of the RNA, and both of them form base pair with the help of 2 hydrogen bonds. Okay, അതായത് അഡിനിനും യുറാസിലുമാണ് RNA-യുടെ in the major building blocks എന്ന് പറയുന്നത്. RNA-യുടെ മേജർ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? അഡിനിനും യുറാസിലുമാണ്. ഇത് തമ്മിൽ ബേസ് പെയർ ചെയ്യുന്നത് എന്തിന്റെ ഹെൽപ്പോട് കൂടിയാണ്? 2 ഹൈഡ്രജൻ ബോൺസിന്റെ സഹായത്തോടു കൂടിയാണ്. 2 ഹൈഡ്രജൻ ബോൺസിന്റെ ഹെൽപ്പോട് കൂടിയാണ്. Adenine and uracil form base pair with the help of 2 hydrogen bonds. Then the RNA resembles a hairpin structure, and like the nucleotides in DNA, the nucleotides are formed in this ribonucleic material. Then nucleosides are nothing but the phosphate group, which sometimes also helps in the production of nucleotides in the DNA. The next topic is functions of RNA. RNA-യുടെ ഫംഗ്ഷൻ ആണ് അടുത്തതായിട്ട് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു മെയിൻ ആയിട്ടുള്ള RNA-യുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ സിന്തസിസ് ആണെന്ന് പറഞ്ഞു. ദ RNA which are mainly composed of nucleic acids are involved in a variety of function. പല വ്യത്യസ്ത ഫംഗ്ഷൻസും ഉണ്ട്, പക്ഷെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ സിന്തസിസ് ആണ്. Okay, variety of function within the cell and are found in all living organisms including bacteria, viruses, plants and animals. Okay, അപ്പോൾ RNA എന്ന് പറയുന്നത് ജനറ്റിക് മെറ്റീരിയൽ ആണ് ആയിട്ട് നമുക്ക് ചില വൈറസുകളിൽ RNA ആണ് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് വരിക. DNA-ക്ക് പകരം RNA വരും. ഓക്കെ, അത്തരം വൈറസുകളെ റിട്രോ വൈറസുകൾ എന്നാണ് പറയുന്നത്. എന്താണ്? റിട്രോ വൈറസുകൾ എന്നാണ് പറയുന്നത്. Okay, RNA which are mainly composed of nucleic acids are involved in a variety of function within the cell and are found in all living organisms including bacteria, viruses, plants and animals. And these nucleic acid functions as a structural molecule in cell organelles and are also involved in the catalysis of biochemical reactions. ഓക്കെ, അതായത് പല ബയോകെമിക്കൽ റിയാക്ഷൻസിലും RNA-ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു എൻസൈമാറ്റിക് ആക്ഷൻ ആണുള്ളത്. RNA-ക്ക് ഒരു എൻസൈമാറ്റിക് ആക്ഷൻ ആണ്. ബയോകെമിക്കൽ റിയാക്ഷൻസിൽ എൻസൈംസ് ആയിട്ട് RNA ആക്ട് ചെയ്യുന്നുണ്ട്. Then the different types of RNA are involved in various cellular processes, and the primary function of RNA includes facilitate the translation of DNA into protein. അതായത് പ്രൈമറി ഫങ്ഷൻസിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഇറ്റ് ഫെസിലിറ്റേറ്റ് RNA ഫെസിലിറ്റേറ്റ് ദ ട്രാൻസ്ലേഷൻ ഓഫ് DNA ഇൻറ്റു പ്രോട്ടീൻ. അതായത് DNA-യിൽ നിന്ന് RNA ഉണ്ടാവുന്നു, RNA-യിൽ നിന്ന് പ്രോട്ടീൻസ് ഫോം ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ. ഫങ്ഷൻ ആസ് ആൻ അഡാപ്റ്റർ മോളിക്യൂൾ ഇൻ പ്രോട്ടീൻ സിന്തസിസ് ആൻഡ് ഇറ്റ് സെർവ് ആസ് എ മെസ്സഞ്ചർ ബിറ്റ്വീൻ ദ DNA ആൻഡ് ദ റൈബോസോംസ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ റൈബോസോംസിലാണ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നതെന്ന് നമുക്കറിയാം അല്ലേ. Then RNA serves a messenger between DNA and the ribosomes, and they are the carrier of genetic information in all living things, living cells, and it promotes the ribosomes to choose the right amino acid which is required in building up of new proteins in the body. The next topic is types of RNA. വ്യത്യസ്ത തരം RNA-കളുണ്ട്, അതിനെക്കുറിച്ചാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. RNA polymerase synthesizes RNA from DNA. അതായത് നമുക്കറിയാം DNA-യിൽ നിന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്? RNA ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇതിനായിട്ട് സഹായിക്കുന്ന ആളാണ് RNA polymerase. RNA polymerase. Okay, I repeat, RNA polymerase synthesizes the RNA from DNA that is functionally for protein coding or non-coding. ഓക്കെ, അതായത് ചില RNA പ്രോട്ടീൻസിനെ കോഡ് ചെയ്യുന്നുണ്ട് അല്ലേ, ചിലത് പ്രോട്ടീൻസിനെ കോഡ് ചെയ്യുന്നില്ല. ഓക്കെ, ബിക്കോസ് ഓഫ് ദിസ് ഫങ്ഷൻ RNA മോളിക്യൂൾ ആർ ഓഫ് ഫോളോയിങ് ടൈപ്പ്. അതിന്റെ അടിസ്ഥാനത്തിൽ RNA മോളിക്യൂളിനെ വ്യത്യസ്ത ടൈപ്പ്, അതായത് പ്രോട്ടീൻസിനെ കോഡ് ചെയ്യുന്ന RNA-യും ഉണ്ട്, പ്രോട്ടീൻസിനെ കോഡ് ചെയ്യാത്ത നോൺ കോഡിങ് RNA-കളും ഉണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ RNA നമുക്ക് വ്യത്യസ്ത തരം RNA-കളായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിലെ ഫസ്റ്റ് വൺ ആണ് മെസ്സഞ്ചർ RNA അഥവാ mRNA. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, വ്യത്യസ്ത ടൈപ്പ് RNA-കളെ കുറിച്ച് നമ്മൾ പറയും. ഇതിലൊരൊറ്റ RNA മാത്രമേ പ്രോട്ടീനിനെ കോഡ് ചെയ്യുന്നുള്ളൂ, അത് mRNA ആണ്. ബാക്കിയുള്ള RNA-കളെല്ലാം തന്നെ നോൺ കോഡിങ് RNA-കളാണ് എന്നുള്ളത് നോട്ട് ചെയ്യാം. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം, ഇതിൽ ഒരൊറ്റ, അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് RNA-കളെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഒരൊറ്റ RNA മാത്രമേ പ്രോട്ടീനിനെ കോഡ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ കോഡിങ് ആയിട്ടുള്ള RNA ഉള്ളൂ. ഓക്കെ, അതാണ് mRNA എന്ന് പറയുന്നത്. ഏതാണ് mRNA എന്ന് പറയുന്നത്? ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു
പ്രോട്ടീൻ കോഡിംഗ് ആയിട്ടുള്ള RNAകളും ഉണ്ട്, നോൺ കോഡിംഗ് ആയിട്ടുള്ള RNAകളും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ മെസ്സഞ്ചർ RNA മാത്രമേ പ്രോട്ടീനുകളെ കോഡ് ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ളതെല്ലാം തന്നെ നോൺ കോഡിംഗ് RNAകളാണ്. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ദെൻ മെസ്സഞ്ചർ RNA കുറിച്ച് നോക്കാം. ഇറ്റ് ഈസ് ദ RNA ദാറ്റ് ക്യാരി ഇൻഫർമേഷൻ ഫ്രം DNA ടു ദ റൈബോസോംസ് ആൻഡ് ദ സൈറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. നമുക്കറിയാം റൈബോസോംസ് എന്ന് പറയുന്നത് എന്താണ്? സൈറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷേ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്യണം. പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത് റൈബോസോമിലാണ്. ഓക്കെ, ദെൻ the mRNA code sequences determine the amino acid sequence in the protein that is produced. Then next type of RNA is rRNA, റൈബോസോമൽ RNA. ഇതിനെക്കുറിച്ചൊക്കെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയൂ കേട്ടോ. അപ്പൊ ജസ്റ്റ് ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. mRNA നമ്മൾ ആദ്യം പറഞ്ഞു, ഇത് മാത്രമാണ് ഏത് കോഡിംഗ് RNA ആയിട്ട് വരുന്നത്, പ്രോട്ടീനിനെ കോഡ് ചെയ്യുന്ന ഒരൊറ്റ RNA ആയിട്ട് വരുന്നത് mRNA ആണ്. ബാക്കി നമ്മൾ പറയുന്ന എല്ലാം തന്നെ നോൺ കോഡിംഗ് RNAകളാണ്. രണ്ടാമതായിട്ട് നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളത് റൈബോസോമൽ RNA ആണ്, rRNA. It incorporates into the ribosomes. And the next one is tRNA, transfer RNA. It is used to transfer specific amino acids to growing polypeptide chains at the ribosomal site of protein synthesis during translation. Translationന്റെ സമയത്ത് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? It is used to transfer specific amino acid to growing polypeptide chains. Okay, tRNA during translation, tRNA is helps to transfer the specific amino acids to growing polypeptide chain. The next one is small nuclear RNA, snRNA എന്ന് പറയും. ഇതൊക്കെ നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയൂ കേട്ടോ. അപ്പോൾ സ്മോൾ ന്യൂക്ലിയർ RNA. Then micro RNA, miRNA എന്ന് പറയും. They are used to regulate the gene activity. Gene activity regulate ചെയ്യാനായിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. Okay, the microRNA, they are used to regulate the gene activity and they are tiny, micro. പേരിൽ തന്നെ ഉണ്ട്, tiny RNA molecule that regulate the expression of messenger RNA molecules. Okay, അതായത് mRNAയുടെ എക്സ്പ്രഷൻസ് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ള ഫംഗ്ഷൻ ആണ് ആർക്കുള്ളത്? മൈക്രോ RNAക്ക് ഉള്ളത്. Then next one is small nucleolar RNA, snORNA എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു സ്മോൾ ന്യൂക്ലിയർ RNAയും ഉണ്ട്, സ്മോൾ ന്യൂക്ലിയോളാർ RNA ഉണ്ട് കേട്ടോ. അപ്പോൾ സ്മോൾ ന്യൂക്ലിയർ RNA ആണ് snRNA എന്ന് പറയുന്നത്, സ്മോൾ ന്യൂക്ലിയോളാർ RNA ആണ് snORNA എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് ലോങ് നോൺ കോഡിംഗ് RNA ആൻഡ് കാറ്റലിറ്റിക് RNA. റൈബോസൈംസ് ആണിത്, വിച്ച് ഫങ്ഷൻസ് ആസ് എൻ എൻസൈമാറ്റിക്കലി ആക്റ്റീവ് RNA മോളിക്യൂൾ. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് ഓരോന്നിനെ കുറിച്ചും പറയാം. സോ ഫസ്റ്റ് വൺ ഈസ് mRNA അഥവാ മെസ്സഞ്ചർ RNA. ആദ്യം നോക്കുന്നത് mRNA കുറിച്ചാണ്, മെസ്സഞ്ചർ RNA കുറിച്ചാണ് ആദ്യം പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു മെസ്സഞ്ചർ RNA മാത്രമാണ് കോഡിംഗ് RNA ആയിട്ട് വരുന്നത്. ഇറ്റ് ഈസ് സിന്തസൈസ്ഡ് ഇൻ ദ സെൽ ന്യൂക്ലിയസ് ആൻഡ് ദെൻ ട്രാൻസ്പോർട്ടഡ് ഔട്ട് ഓഫ് ദ സെൽ ടു ഫെസിലിറ്റേറ്റ് ദ പ്രോട്ടീൻ സിന്തസിസ് ആൻഡ് കോഡ് ദ സീക്വൻസിംഗ് ഓൺ പ്രോട്ടീൻസ്. And the mRNA is translated into polypeptides. mRNA is translated into polypeptides. Most cell produce thousands of different mRNA molecule in small amounts. അതായത് അധികം സെൽസിൽ നിന്നും thousands of mRNA molecules produce ചെയ്യുന്നുണ്ട്. Okay, in small amounts which are translated into peptides that are needed for use by the cell. Many mRNA molecules are common to most cells which encode for proteins that guard cell metabolism. Many mRNA molecules are common to the most cells. അതായത് അധികം സെൽസിലും കാണുന്ന mRNA molecules എന്ന് പറയുന്നത് കോമൺ ടൈപ്പ് ആണ്, which encode for proteins that guard the cell metabolism. സെൽ മെറ്റബോളിസത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ആർക്കുണ്ട്? mRNAക്ക് ഉണ്ട്. ഓക്കെ, സെൽ മെറ്റബോളിസത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് mRNAക്ക് ഉണ്ട്. Some types of mRNA are specific for certain types of cells. Okay, some types of mRNA are specific for certain types of cells. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു മോസ്റ്റ് ഓഫ് ദ സെൽസിലും mRNA മോളിക്യൂൾ, കോമൺ mRNA മോളിക്യൂൾസ് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. എങ്കിൽ കൂടി ചില ടൈപ്സിൽ മാത്രം സ്പെസിഫിക് ആയിട്ട് കാണുന്ന ചില mRNAകളും ഉണ്ട്. ക്ലിയർ അല്ലേ? ചില സെൽസിൽ മാത്രം, ചില ടൈപ്പ് ഓഫ് സെൽസിൽ മാത്രം കാണുന്ന specific type of mRNAകളും ഉണ്ട്, which encode for the proteins that are needed for the function of that particular cell, such as mRNA for hemoglobin is found in RBC. Okay, then next one is ribosomal RNA അഥവാ rRNA കുറിച്ചാണ് അടുത്തതായിട്ട് നോക്കുന്നത്. ഏതാണ്? rRNA. Ribosomal RNA is a type of RNA that is part of the ribosome and it is defined as a molecular machine that catalyzes the synthesis of the
proteins. Okay, then it makes up to 6% of weight of the ribosomes, since they play a major role in the function of the ribosome, such as binding to mRNA and the recruitment of tRNA and the catalyzation of peptide bond formation between amino acids. Then they also determine the shape of ribosomes using the rRNA core. Then rRNA has a distinctive three-dimensional shape. rRNA has a distinctive three-dimensional shape which is made up of the internal lobes and helices that create specific sites. ഏതൊക്കെയാണ് സൈറ്റ് എന്ന് നോക്കാം. എ സൈറ്റ്, പി സൈറ്റ്, ഇ സൈറ്റ് within the ribosome. 3 സൈറ്റുകൾ ഉണ്ടായിരിക്കും. Then the P site, അതിൽ P site എന്ന് പറയുന്നത് it function as a binding site. P site എന്ന് പറഞ്ഞാൽ എന്താണ്? Binding site for പോളിപെപ്റ്റൈഡ്, ഗ്രോയിങ് പോളിപെപ്റ്റൈഡ്, പുതിയതായിട്ട് ഫോം ചെയ്യുന്ന പോളിപെപ്റ്റൈഡുകൾ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നത് എവിടെയാണ്? ബൈൻഡിങ് സൈറ്റിലാണ്. ബൈൻഡിങ് സൈറ്റാണ് പി സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി പറയാം. ഇവിടെ പി സൈറ്റ്, എ സൈറ്റ്, ഇ സൈറ്റ് പ്രസന്റ് ആണ് നമ്മൾ പറഞ്ഞു rRNAയുടെ കേസിൽ. ഇതിൽ ഈ പി സൈറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോയിങ് പോളിപെപ്റ്റൈഡ്, അതായത് ഉണ്ടാവുന്ന പുതിയതായിട്ട് ഫോം ചെയ്യുന്ന പോളിപെപ്റ്റൈഡുകൾ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നത് പി സൈറ്റിലാണ്, ബൈൻഡിങ് സൈറ്റ് ആണ്. Okay, then next is A site. It acts as an anchor to an incoming tRNA charged with an amino acid. Then after the formation of peptide bond, the tRNA binds to the E site. Peptide bond formation ശേഷം tRNA എവിടെ പോയിട്ട് ബൈൻഡ് ചെയ്യും? ഈ സൈറ്റിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും, briefly before leaving the ribosomes. And additionally, the rRNA has a site for binding to the ribosomal proteins, and it analyzes and distinguishes residues of RNA from proteins. And the proteins on the ribosome surface stabilize its structure by interacting with the rRNA core. The next type of RNA is transfer RNA അഥവാ tRNA. നമുക്ക് ട്രാൻസ്ഫർ RNA, tRNAയിൽ നിന്ന് സാധാരണ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ മനസ്സിലാവും tRNA എന്നുള്ള ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. tRNA or transfer RNA. It is a type of RNA which helps in the synthesis of protein from mRNA. Okay, which helps in the synthesis of protein from mRNA. അതായത് mRNAയിൽ നിന്നും പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന RNA ആണ് ആര്? tRNA എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം, mRNAയിൽ നിന്നും പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന RNA ആണ് tRNA എന്ന് പറയുന്നത്. tRNA ഫംഗ്ഷൻ ആസ് ആൻ അഡാപ്റ്റർ മോളിക്യൂൾ ഡ്യൂറിങ് ദ ട്രാൻസ്ലേഷൻ പ്രോസസ്. അതായത് ട്രാൻസ്ലേഷൻ പ്രോസസ്സ് നടക്കുന്ന സമയത്ത്, പ്രോട്ടീൻ ഫോർമേഷൻ നടക്കുന്ന സമയത്ത് ഒരു അഡാപ്റ്റർ മോളിക്യൂളായിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് ആര്? tRNA എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഏർലിയർ നോൺ ആസ് സൊല്യൂബിൾ RNA ഓർ sRNA. tRNA ആദ്യം പറഞ്ഞിരുന്നത് സൊല്യൂബിൾ RNA അഥവാ sRNA എന്നായിരുന്നു. പിന്നീടാണ് അതിനെ ട്രാൻസ്ഫർ RNA എന്നുള്ള പേര് നൽകിയത്. And they are ribonucleotides, therefore they form a hydrogen bond with mRNA and form ester links with amino acids which combine the mRNA and amino acids during the process of translation. And it is a small RNA chain of about 80 nucleotides. അതായത് tRNA എന്ന് പറയുന്നത് എങ്ങനെയാണ്? സ്മോൾ RNA ചെയിൻ ആണ്. It contain 80 nucleotides. About 80 nucleotides ആണ് ഇതിൽ കാണുന്നത്. Then during translation, tRNA transfer the specific amino acids corresponding to the mRNA sequence to the growing polypeptide chain in the ribosome. During the process of translation, tRNA transfers the specific amino acids corresponding to the mRNA sequence to the growing polypeptide chain in the ribosomes. നെക്സ്റ്റ് ഈസ് സ്ട്രക്ചർ ഓഫ് tRNA. tRNAയുടെ സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇവിടെ ഈ കാണിച്ചിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് ക്ലോവർ ലീഫ് മോഡൽ ഓഫ് tRNA ആണ് അല്ലേ. ക്ലോവർ ലീഫ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതൊരു സെക്കൻഡറി സ്ട്രക്ചറാണ്. tRNAയുടെ സെക്കൻഡറി സ്ട്രക്ചറാണ് ക്ലോവർ ലീഫ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ആംസ് കാണാനായിട്ട് സാധിക്കും. ദെൻ ഇതാണ്, ഇവിടെയാണ് 5' എൻഡ് വരുന്നത്. ദെൻ ഹിയർ 3' എൻഡ് ഈസ് പ്രസൻറ്റ് ആൻഡ് it contain, the structure of tRNA contain different types of arms അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ ഈ ഒരു 5' എൻഡിനോട് ചേർന്ന് നമുക്ക് ആക്സെപ്റ്റർ സ്റ്റെം, ആക്സെപ്റ്റർ റീജിയൻ കാണാനായിട്ട് സാധിക്കും. ദെൻ ഇവിടെ ഡി ആം കാണാനായിട്ട് സാധിക്കും. ഈ ഡി ആമിനെ DHU ആം എന്ന് കൂടി പറയും. എന്താണ് ഡി ആമിനെ പറയുന്ന മറ്റൊരു പേരാണ് DHU ആം എന്ന് കൂടി പറയും. ഡൈഹൈഡ്രോക്സി യൂറിഡിൻ, DHU, ഡൈഹൈഡ്രോക്സി യൂറിഡിൻ എന്നാണ് അത് കേട്ടോ. ഇതിൻ്റെ എക്സ്പാൻഷൻ വരുന്നത് DHU ആം എന്ന് കൂടി പറയാം. ദെൻ ഹിയർ ടി ആം ഈസ് പ്രസൻറ്റ്.
ടി ആം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ടി സൈ സി ആം എന്ന് കൂടി ഇതിനെ പറയും. ഓക്കെ, ഈ സൈ എന്ന് പറയുന്നത് സ്യൂഡോ യുറിഡിനെയാണ് സൂചിപ്പിക്കുന്നത്, സ്യൂഡോ യുറിഡിൻ. ഓക്കെ, ദെൻ ഇവിടെ ഒരു വാരിയബിൾ ആം പ്രസന്റ് ആണ്. ഈ ഒരു ആമിനെ പറയുന്ന പേരാണ് വാരിയബിൾ ആം എന്നുള്ളത്. അങ്ങനെ പറയാനുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ന്യൂക്ലിയോടൈഡ്സിൽ വാരിയേഷൻസ് വരാറുണ്ട്. ഓക്കെ, ചേഞ്ചസ് വരാറുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ വാരിയബിൾ ആം എന്ന് പറയുന്നത്. ദെൻ ദിസ് ഇസ് ആന്റി കോഡോൺ ആം. ഇതാണ് ആന്റി കോഡോൺ ആം എന്ന് പറയുന്നത്, ഈ ഒരു പോർഷനാണ്. ദെൻ ദിസ് ഈസ് ആന്റി കോഡോൺ റീജിയൻ. ആന്റി കോഡോൺ റീജിയൻ താഴെയുള്ള ഈ ഒരു പോർഷന് പറയുന്ന പേരാണ് ആന്റി കോഡോൺ റീജിയൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലോവർ ലീഫ് മോഡലിന്റെ പ്രത്യേകത നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതൊരു സെക്കൻഡറി സ്ട്രക്ചർ ആണ് കേട്ടോ. ക്ലോവർ ലീഫ് മോഡൽ എന്ന് പറയുന്നത് tRNAയുടെ സെക്കൻഡറി സ്ട്രക്ചർ ആണ്. At the end of the tRNA 3' hydroxyl base, there is an anticodon amino acid sequence that is attached, linking the ribosomes to form a peptide bond, thus elongating the polypeptide chain. Therefore, tRNA major parts are the anticodon and the 3' hydroxyl group terminal. Then, other parts of the tRNA structures are D-arm. നമ്മൾ നേരത്തെ പറഞ്ഞു DHU arm എന്ന് പറഞ്ഞു അല്ലേ, ഡൈഹൈഡ്രോക്സിയുറിഡിൻ അഥവാ DHU arm ആൻഡ് ദ ടി ആം. ടി ആമിനെയാണ് നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞത്, ടി സൈ സി ആം എന്ന് പറഞ്ഞത് അല്ലേ, ടി സൈ സി ആം എന്ന് പറഞ്ഞത്. സൈ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, സ്യൂഡോ യുറിഡിൻ ആണ്. ഓക്കെ, വിച്ച് ആർ ഹൈലി സ്പെസിഫിക് ആൻഡ് ആർ ഹൈലി എഫക്റ്റീവ്. tRNAs have a sugar phosphate backbone which gives its directionality. അതായത് tRNAക്ക് ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക്ബോൺ പ്രസന്റ് ആണ്, which give its directionality. Then the D-arm plays a major role in stabilizing the structure of RNA. അതായത് ഈ ഒരു RNAയുടെ സ്ട്രക്ചറിനെ സ്റ്റെബിലൈസ് ചെയ്യിക്കാനായിട്ടുള്ള ഒരു മേജർ റോൾ ആർക്കുണ്ട്, ഇതിന്റെ ഡി ആമിനുണ്ട്. ഓക്കെ, ഡി ആം പ്ലേസ് ദ മേജർ റോൾ ഇൻ stabilizing the structure of RNA, and it affects the influence the kinetics and accuracy of translation at the ribosomes. And the D-arm also influences the tRNA effect on the translation by interaction with the ribosomes. Then next point, the D-arm, then the T-arm and the anticodon loop combined resembles a clover leaf. ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഒരു ക്ലോവർ ലീഫ് സ്ട്രക്ചർ ഫോം ചെയ്യും. when RNA falls into tertiary structure it becomes L shaped. അതായത് ഈ ഒരു RNA നമുക്ക് അത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി മടക്കി കഴിയുമ്പോൾ കിട്ടുന്ന സ്ട്രക്ചറാണ് ടേർഷറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. it becomes L shaped with an extended structure of the acceptor stem. T-arm, anticodon loop and D-arm. അതായത് നമ്മൾ ഇവിടെ പറഞ്ഞു ഈ ഒരു ക്ലോവർ ലീഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത് സെക്കൻഡറി സ്ട്രക്ചർ ആണ്. പക്ഷെ ഇത് എപ്പോഴും കാണുന്നത് അതിന്റെ ടേർഷറി സ്ട്രക്ചറിലാണ്, അതായത് ഒരു എൽ ഷേപ്ഡ് സ്ട്രക്ചർ ആയിട്ട്. അതായത് ആ സെക്കൻഡറി സ്ട്രക്ചർ ഒന്നുകൂടി മടക്കി കഴിഞ്ഞാൽ ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു എൽ ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് സാധാരണ tRNAയിലൊക്കെ ഉണ്ടാകുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് നമുക്ക് SNRNA കുറിച്ചാണ്. SNRNA എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സ്മോൾ ന്യൂക്ലിയർ RNA ആണ്. Okay, during the DNA transcription for mRNA, rRNA and tRNA, primary transcripts are processed in the nucleus so as to produce the functional elements which are to be exported to the cytosol. And the role of small nuclear RNA or SNRNA is to mediate some of these processes. The SNRNA are transcribed by RNA polymerase 2 or RNA polymerase 3 of about 150 nucleotides. Okay, SNRNA, small nuclear RNA, they are transcribed by RNA polymerase 1. ഇത് ട്രാൻസ്ക്രൈബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എൻസൈമിന്റെ പേര് ഏതൊക്കെയാണ്? RNA polymerase 2 ആണ്. RNA polymerase 2 and RNA polymerase 3. Okay, SNRNA are transcribed by RNA polymerase 2 and RNA polymerase 3 of about 150 nucleotides. And SNRNA has different genes in multiple copies which play different roles in the synthesis of other RNA classes. SNRNA has different genes, വ്യത്യസ്ത ജീനുകളുണ്ട്, in multiple copies. ഇതെന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? വിച്ച് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ സിന്തസിസ് ഓഫ് അതർ RNA ക്ലാസസ്. മറ്റ് RNA ക്ലാസസിന്റെ സിന്തസിസിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ദേ ഓൾസോ മീഡിയേറ്റ് ദ റെഗുലേഷൻ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ആൻഡ് RNA polymerase 2. They also maintain the telomers. They also maintain the telomeres. Then telomeres and SNRNA associated with specific proteins and complexes known as small nuclear ribonucleoproteins
also termed as snRNPs. Okay, snRNPs അഥവാ small nuclear ribonucleoproteins. Then next one is small nucleolar RNA അഥവാ snORNA. ഇതിന്റെ പ്രത്യേകത they are small RNAs of about 60 to 300 nucleotides. ഇതിൽ 60 മുതൽ 300 വരെയുള്ള ന്യൂക്ലിയോടൈഡ്സ് ആയിരിക്കും ഉണ്ടാവുക ഫൗണ്ട് ഇൻ ദ സെൽ ന്യൂക്ലിയോളസ്. അതായത് ന്യൂക്ലിയോളസിനകത്താണ് ഇത് കാണുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ന്യൂക്ലിയോളാർ RNA എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂക്ലിയോളസിനകത്താണ് ഇത് കാണുന്നത്. ഈ ഒരു snORNA കാണുന്നത് എവിടെയാണ്? ന്യൂക്ലിയോളസിനകത്താണ്. അതുകൊണ്ടാണ് ഇതിനെ ന്യൂക്ലിയോളാർ RNA എന്ന് പറയുന്നത്. ദേ പ്ലേ വെരി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഇൻ ദ സെൽസ്. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യത്യസ്ത ഫങ്ഷൻസും ഈ ഒരു snORNA അഥവാ സ്മോൾ ന്യൂക്ലിയോളാർ RNAയ്ക്ക് ഉണ്ട്. They play a role in the synthesis of ribosomes. Ribosomes in the synthesis help ചെയ്യുന്നുണ്ട്. Small nucleolar RNA helps in the synthesis of ribosomes by cutting the large RNA precursor of the 28S, 18S and 5.8S. And they chemically modify many of the nucleotides in the RNA, rRNA, tRNA and snRNA. Okay, the snORNA chemically modify many of the nucleotides in rRNA, tRNA and snRNA molecules by adding groups such as methyl groups to ribose. And they also help in the splicing of pre-mRNA to different forms of mature mRNA. Then snORNA serve as a template for the synthesis of the telomeres. snORNA serve as a template for the synthesis of the telomeres. In the vertebrates, the snORNAs are made from introns that remove during transcription. Okay, vertebrates in the case snORNAs, they are made from introns that remove during transcription. അതായത് ട്രാൻസ്ക്രിപ്ഷന്റെ സമയത്ത് ഇൻട്രോൺസിൽ നിന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്? സ്മോൾ ന്യൂക്ലിയോളാർ RNA ഫോം ചെയ്യുന്നത്. They are made from introns that remove during transcription. Then miRNA അഥവാ മൈക്രോ RNAs, ചെറിയ RNAകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, മൈക്രോ RNA എന്ന് പറയുമ്പോൾ സ്മോൾ നോൺ കോഡിങ് RNA ആണ്. അതായത് നോൺ കോഡിങ് ആണ്. നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല, കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞു ഇതിലെ ഫസ്റ്റ് mRNA മാത്രമേ കോഡിങ് RNA ആയിട്ട് വരുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം തന്നെ എന്താണ്? നോൺ കോഡിങ് RNAകളാണ് കേട്ടോ. അത് നോട്ട് ചെയ്യണേ. ദാറ്റ് ഈസ് സിംഗിൾ സ്ട്രാൻഡ് containing 22 nucleotides. എത്ര ന്യൂക്ലിയോടൈഡ്സ് ആണുള്ളത്? 22 ന്യൂക്ലിയോടൈഡ്സ് ആണ് ഇതിൽ ഉണ്ടാവുക ഏകദേശം. Then its size is estimated to be the same as that of siRNA. Then it is found in plants. മൈക്രോ RNA എവിടെയൊക്കെ കാണുന്നു? പ്ലാന്റ്സിലുണ്ട്, ആനിമൽസിലുണ്ട്, ചില വൈറസുകളിലും കാണാൻ സാധിക്കുന്നു. With its primary role in RNA splicing and post-transcriptional gene expression regulation. ഓക്കെ, അപ്പോൾ മൈക്രോ RNA എന്ന് പറയുന്നത് നമുക്ക് പ്ലാന്റ്സിലും ആനിമൽസിലും വൈറസുകളിലും ഒക്കെ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ പ്രൈമറി റോള് എന്ന് പറയുന്നത് RNA സ്പ്ലൈസിങ്ങിലും അതുപോലെ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ എക്സ്പ്രഷൻ റെഗുലേഷനിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് മൈക്രോ RNAകൾക്കുണ്ട്. Okay, the human generate about 1000 to 2000 micro RNAs. Okay, അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ പറഞ്ഞിരുന്നത് miRNA അഥവാ മൈക്രോ RNAയിൽ ഏകദേശം 1000 അല്ലെ 1000 ആണുള്ളത്. ഇതിൻ്റെ നമ്പർ അല്ലെങ്കിൽ ഇതിൻ്റെ കൗണ്ട് എന്ന് പറഞ്ഞിരുന്നു ആദ്യം. ഹ്യൂമൻ ബീയിങ്സിൽ 1000 മൈക്രോ RNAs ആണ് ഉണ്ടായിരുന്നത് എന്നാണ് ആദ്യ കാലഘട്ടങ്ങളിൽ പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നീടുള്ള സ്റ്റഡീസിൽ നിന്നും 2000 തൊട്ട് 2700 വരെ മൈക്രോ RNAs ഒക്കെ ഉണ്ടാവാറുണ്ട്. 1000 to 2000 അല്ലെങ്കിൽ 2700 വരെയൊക്കെ മൈക്രോ RNAs കാണാനായിട്ട് ഉണ്ടാവാറുണ്ട് ഹ്യൂമൻ ബീയിങ്സിൽ. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് പോവാം. എ സിംഗിൾ മൈക്രോ RNA can bind to about 200 different mRNA targets favored by the presence of multiple miRNA binding sites on mRNA, and this allows coordinated mRNA translation. The next is long non-coding RNAs. This is a heterogeneous group of non-coding transcript RNA that are 200 nucleotides in size. ഓക്കെ, ഇതൊരു ഹെട്രോജനസ് ഗ്രൂപ്പ് ഓഫ് RNA ആണ്. ഓക്കെ, നോൺ കോഡിംഗ് ആയിട്ടുള്ള RNA ആണ്. ലോങ് നോൺ കോഡിംഗ് RNA ആണ്. They are the heterogeneous group of non-coding transcript RNA that are 200 nucleotides in size, and they are the largest mammalian non-coding transcriptome. Okay, they are the largest, അതായത് ലോങ് നോൺ കോഡിംഗ് RNA എന്ന് പറയുന്നത് എന്താണ്? They are the largest mammalian non-coding transcriptome.
ട്രാൻസ്ക്രിപ്റ്റോം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതൊന്ന് പറയാം. ട്രാൻസ്ക്രിപ്റ്റോം ഇറ്റ് ഇസ് എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് RNA ട്രാൻസ്ക്രിപ്റ്റ്. RNA ട്രാൻസ്ക്രിപ്റ്റിന്റെ കംപ്ലീറ്റ് സെറ്റിനെ പറയുന്ന പേരാണ് ട്രാൻസ്ക്രിപ്റ്റോം. Okay, it is a complete set of RNA transcript produced by the genome in a cell, tissue or organism at a specific time and under defined condition. An estimated 8,000 long non-coding RNAs are encoded in the human genome. An estimated ഏകദേശം 8,000 എൻകോഡഡ് അല്ലെ RNAs, അതായത് ലോങ് നോൺ കോഡിംഗ് RNAs ഹ്യൂമൻ ജീനോമിലുണ്ട് എന്നാണ് പറയുന്നത്. Then major functions of the long non-coding RNAs are still unknown. അതായത് ഈ ഒരു ലോങ് നോൺ കോഡിംഗ് RNAയുടെ മേജർ ഫങ്ഷൻസ് എപ്പോഴും എന്താണ്, അൺനോൺ ആണ്. However, some scientific evidence indicates its role in gene regulation and physiological mechanism involvements. And some of its known function in gene regulation mechanism include, അതായത് ലോങ് നോൺ കോഡിംഗ് RNAകളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഫങ്ഷൻസ്, അതായത് മേജർ ഫങ്ഷൻസ് ശരിക്കും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എങ്കിൽ കൂടി ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻ, അതായത് സ്പ്ലൈസിങ്ങിൽ, ദെൻ ട്രാൻസ്ലേഷനിൽ, ഇംപ്രിൻറ്റിങ്ങിൽ, ട്രാൻസ്ക്രിപ്ഷനിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഇതിനുണ്ട് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കാം. മറ്റൊരു വീഡിയോ ക്ലാസ്സുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. താങ്ക്